LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി രാവിലെ 4 മണിക്ക് തോറ്റു. മലപ്പുറത്ത് BJPക്ക് കിട്ടിയതിനേക്കാൾ കുറവാണ്. മേയർ മിനിമോള് പറഞ്ഞില്ലേ, സഭ പറഞ്ഞിട്ടാണ്. ഈ കോൺഗ്രസിനെ വെല്ലുവിളിക്കാനായിട്ട് LDF ലത്തീൻ സ്ഥാനാർത്ഥി ഇറക്കിയിട്ടും. നമസ്കാരം. ABC മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനം എത്തി നിൽക്കുന്നത് എറണാകുളത്താണ്. വസ്തുതകളും കണക്കുകളും വരുത്തി, അതായത് 2016-ലെയും 2021-ലെയും നിയമസഭയുടെ ഫലങ്ങളും 2019-ലെയും 24-ലെയും ലോക്സഭാ ഇലക്ഷനിൽ എറണാകുളം മണ്ഡലത്ത് ലഭിച്ച വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് ശതമാനവും നിരത്തി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ABC മലയാളം ഒരു പ്രവചനത്തിനില്ല. പ്രവചനം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രവചനത്തിനുള്ള ഒരുക്കം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് ആദ്യം നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. സർ, എറണാകുളം മണ്ഡലത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും രണ്ട്. എറണാകുളം മണ്ഡലം ലത്തീൻ കത്തോലിക്കർക്ക് തീറെഴുതിയിട്ടുള്ള മണ്ഡലമാണ്. പൊതുവെ ആ തീറെഴുതിയതിന് വിഘാതമായി ആകെ സംഭവിച്ചിരിക്കുന്ന 1987 MK സാനു ജയിച്ചത് മാത്രമാണ്. എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലത്തീൻ കത്തോലിക്കനല്ലാത്ത എന്ന് പറഞ്ഞാൽ പോരാ, ക്രിസ്ത്യാനി അല്ലാത്ത ഒരേ ഒരാളെ ജയിച്ചിട്ടുള്ളൂ ഇതുവരെയുള്ള ചരിത്രത്തിൽ. അത് MK സാനു LDF സ്വതന്ത്രനായിട്ട് മത്സരിച്ച. പിന്നെ ഒരു സ്വതന്ത്രനും കൂടി വന്നു, പക്ഷേ അത് സെബാസ്റ്റ്യൻ പോളാണ് സ്വതന്ത്രനായിട്ട് നിന്ന് ജയിക്കുന്നതും ഒക്കെ. ഇത് AL ജേക്കബ് ഒരു കാലത്ത് AL ജേക്കബിൻ്റെ ഒരു കുത്തക മണ്ഡലം എന്ന് പറയാം. 6 തവണ AL ജേക്കബ് ഇവിടുന്ന് ജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ AL ജേക്കബിന് സാധാരണഗതിയിൽ ഇപ്പോൾ ഈഡന്റെ മരണശേഷം ഈഡന്റെ മകൻ ഹൈബി ഒക്കെ വരുന്നത് പോലെ AL ജേക്കബിന് മകൻ ഉണ്ടായിരുന്നു, ലിനോ. പക്ഷെ ലിനോ രാഷ്ട്രീയത്തിൽ അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കോർപ്പറേഷനിൽ അങ്ങ് ഒതുങ്ങി പോവുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ സവിശേഷമായ പ്രത്യേകതകൾ കൊണ്ട് കൂടിയാണ് എന്ന് വേണം പറയാൻ. AL ജേക്കബിന് ശേഷം ആ സമുദായത്തിൽ ഈ അലക്സാണ്ടർ പറമ്പിത്തറ മാഷ് എന്ന് ഈ മണ്ഡലത്തിലൊക്കെ അറിയപ്പെട്ടിരുന്ന ആൾ. അദ്ദേഹം ശരിക്കും ഒരു ടവറിങ് ആയ ഒരാളായിരുന്നു. പക്ഷെ പറമ്പിത്തറ മാഷിന് 1967 ഭൂരിപക്ഷം 297 വോട്ട് മാത്രമാണ് എന്നും കാണാം. ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇവിടെ കിട്ടിയിരിക്കുന്നത് ഹൈബി ഈഡനാണ്. 2011 തെരഞ്ഞെടുപ്പിൽ 32,437 വോട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ജോർജ് ഈഡന്റെ മരണമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായൊരു അനുകൂല തരംഗം അങ്ങനെ വീശി അടിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ പൊതുവെ ഈ 5000, 10,000, 5000-നും 10,000-നും ഒക്കെ ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നതാണ് കോൺഗ്രസിന്. KV തോമസിന് 11,844 വോട്ട് 2001 ഭൂരിപക്ഷം കിട്ടിയതാണ് അതിൻ്റെ അകത്തുള്ള ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. ഈ ഹൈബിയുടെ പിന്നീട് 21,949 2016 കിട്ടിയിട്ടുണ്ട്. ഹൈബിയുടെ MP ആയിട്ട് പോകുമ്പോൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് അതിന് പകരം TJ വിനോദ് വരികയും ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. 3,750 വോട്ട്. അത് 2019 2021 വീണ്ടും TJ വിനോദ് വരുന്നു. അപ്പോൾ TJ വിനോദിന് വലിയ മാറ്റം എറണാകുളത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. മറ്റേ എറണാകുളത്ത് ഒരുപക്ഷെ അനിൽകുമാർ CPM ഒരുപക്ഷെ അനിൽകുമാർ തന്നെ വരാം. ഇനി അഥവാ കളമശ്ശേരിയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ P രാജീവന് ഒരു കൈ നോക്കാവുന്ന സ്ഥലമാണ് എറണാകുളം. പക്ഷെ ജീവനിൽ പല ആളുകൾക്കും ഭയം ഉണ്ടാവും, കൊതിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം. കളമശ്ശേരിയിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് അല്ലേ, മുസ്ലിം ലീഗ് കളമശ്ശേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു വെച്ചുമാറ്റം വരുന്നുണ്ട്. ഇവിടുത്തെ DCC പ്രസിഡന്റ് ഇല്ലേ, നമ്മുടെ സതീശന്റെ നോമിനി ആയിട്ടുള്ള ഷിയാസ്. അപ്പോൾ കളമശ്ശേരിയിൽ അദ്ദേഹം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്.
അപ്പോൾ പൊതുവെ ഈ എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുന്നത് മലപ്പുറത്തിനേക്കാൾ മലപ്പുറം ഈ ലീഗിൻ്റെ വലിയ സ്വാധീന മണ്ഡലവും അതുകൊണ്ട് ഈ BJPക്ക് കഷ്ടിച്ച് 5%-നും 6%-നും ഇടയ്ക്ക് മാത്രം വോട്ട് ശതമാനം വരുന്നൊരു സ്ഥലമാണല്ലോ. ഈ മലപ്പുറത്തിനേക്കാൾ കഷ്ടമാണ് ഈ എറണാകുളം ആ കാര്യത്തിൽ. കാരണം മലപ്പുറത്ത് BJPക്ക് കിട്ടിയതിനേക്കാൾ കുറവാണ് എറണാകുളം ജില്ലയിൽ BJPക്ക് കിട്ടുന്ന വോട്ട്. അപ്പോൾ അത് സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ബാലിക കയറാ മല തന്നെയായിട്ടാണ് എറണാകുളം നിലകൊള്ളുന്നത്. ഇവിടെയൊക്കെ പല ആളുകളെയൊക്കെ ഇപ്പൊ P. സുബ്രഹ്മണ്യം പൂറ്റിയെ, T. ചന്ദ്രശേഖര മേനോനെ ഇല്ലേ, AM തോമസ്, ഇങ്ങനെ പല ആളുകളൊക്കെ ഇട്ട് പലതരത്തിലൊക്കെ പരീക്ഷണങ്ങളുമൊക്കെ നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ലത്തീൻ കത്തോലിക്ക കോട്ടാന്തളലിക്ക് മാത്രമല്ല ഈ തവണ മേയർ മിനിമോള് പറഞ്ഞില്ലേ, സഭ പറഞ്ഞിട്ടാണ് ഞാൻ മേയറായത് എന്ന് പരസ്യമായിട്ട് തന്നെ പറയാൻ തയ്യാറായി. അപ്പൊ അതുകൊണ്ട് പലതരത്തിലും ആളുകൾ പല പാർട്ടികളിലും ജാതിയും മതമൊക്കെ ആരോപിക്കുമല്ലോ. ജാതി മത വർഗീയ ഫാഷിസ്റ്റ് കക്ഷിയാണ് BJP എന്നൊക്കെ ആരോപിക്കുമല്ലോ. അങ്ങനെ ആരോപിക്കുമ്പോൾ നമുക്ക് എതിർത്ത് കാട്ടാവുന്ന ഒരു മാതൃക ലത്തീൻ കത്തോലിക്ക മണ്ഡലമാണ് എറണാകുളം. അതിൻ്റെ അകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യത ഇത്തവണയും കാണുന്നു. ഇപ്പോൾ ഈ 2016-ലെയും 2021-ലെയും മാത്രം നിയമസഭയുടെ ഒരു കണക്കെടുത്താൽ 2 തവണയും ഇപ്പം ഈ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിക്കുന്നത്. ഈ 2016 ഹൈബി ഈഡൻ മത്സരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അന്ന് KSUവിൻ്റെ നേതാവാണ്, യുവമുഖമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചത്. അന്ന് മൊത്തം പോൾ ചെയ്തത് 71.7% വോട്ടാണ്. അതിൽ തന്നെ 52.32% വോട്ടും ഈ ഹൈബി ഈഡൻ പിടിച്ചു. അതാണ് സാർ നേരത്തെ പറഞ്ഞ 21,949 വോട്ടിന്റെ ഭൂരിപക്ഷം. 5032. അതെ, 5 മുകളിൽ പോയി. അപ്പൊ അത്രയൊന്നും അവർ പ്രതീക്ഷിച്ച പോലില്ല. അന്ന് അനിൽകുമാറിനെ പരാജയപ്പെടുത്തി അന്ന് BJPക്ക് വേണ്ടിയിട്ട് മോഹൻദാസാണ് മത്സരിക്കിറങ്ങിയത്. 2021 TJ വിനോദ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്നു. TJ വിനോദിനെ എതിരായിട്ട് ഷാജി ജോർജാണ് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. രാവിലെ 4 മണിക്ക് തോറ്റു. അതെ. അപ്പോൾ അന്ന് പക്ഷേ ഈ 71% പോളിംഗ് 66.9% കുറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ തന്നെ UDFന് അന്ന് ഈ ഹൈബിയുടെ 52% വോട്ട് കിട്ടിയെങ്കിൽ ഈ വിനോദിന് 41.72% കിട്ടിയുള്ളൂ. ഭൂരിപക്ഷം 10,970. അന്ന് BJPക്ക് വേണ്ടി പത്മജ എസ് മേനോനാണ് നിന്നത്. അവർക്ക് 16,000-ലധികം വോട്ട് കിട്ടി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ UDFന്റെ കുത്തക മണ്ഡലമായിട്ട് തന്നെ എറണാകുളം തുടരും. അതിനെ വെല്ലുവിളിക്കാനുള്ള ശക്തി നിലവിൽ ഈ LDFനില്ല. പക്ഷേ സാർ നേരത്തെ പറഞ്ഞ BJPക്ക് ഈ മലപ്പുറത്തിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ 2021 ഈ പറയുന്ന വോട്ട് ശതമാനം അല്ലെങ്കിൽ വോട്ട് ഷെയർ ഒന്ന് കൂട്ടാൻ BJPക്ക് സാധിച്ചു. അത് എത്രത്തോളം ഇത്തവണ പോകുമെന്നുള്ളത് കണ്ടറിയാം. ചുരുക്കം പറഞ്ഞാൽ എറണാകുളം CPM അല്ലെങ്കിൽ LDFിൽ യാതൊരു പ്രതീക്ഷയില്ല. BJPക്ക് ബാലികറാമല എന്ന് മാത്രമല്ലല്ലോ, ഇടതുപക്ഷത്തിനും അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കാരണം ഇടതുപക്ഷത്തില് ഇപ്പൊ സാനുമാഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാനുമാഷ് മഹാരാജാസ് കോളേജില് പഠിപ്പിച്ചിരുന്ന ആളാണ്. വലിയ ശിഷ്യ സമ്പത്തുണ്ട്. അദ്ദേഹത്തിനെ പറ്റി എതിരായിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വിമോചന സമരകാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാനുമാഷ് എന്നും ഇടതുപക്ഷമൊന്നും അല്ലായിരുന്നു. അദ്ദേഹം അന്ന് വിമോചന സമരകാലത്ത് ഇടതുപക്ഷത്തിന് എതിരായിട്ട് ലഘുലേഖയൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. കാരണം ആ കാലത്ത് M. ഗോവിന്ദന്റെ ഒക്കെ കൂടെ CJ തോമസിന്റെ ഒക്കെ വലിയ സുഹൃത്തല്ലേ. CJ തോമസ് ഒക്കെ വിഷവൃക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നാടകം എഴുതിയിട്ടില്ലേ വിമോചന സമരകാലത്ത്. അപ്പോൾ ആ കാലത്ത് വിമോചന സമരകാലത്തൊക്കെ അദ്ദേഹം സാനുമാഷ് കോൺഗ്രസ് പക്ഷത്താണ്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറെ കോൺഗ്രസ് വോട്ടും കിട്ടാനുള്ള ഒരു ഭൂതകാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷി മതിലുകളൊക്കെ ഭേദിച്ചിട്ട് വോട്ട് കിട്ടാനുള്ള സാധ്യത ശിക്ഷസമ്പത്ത് എന്നുള്ള നിലയ്ക്ക്, പിന്നെ സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലാതെ തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ് വോട്ടുകളൊക്കെ കിട്ടാനുള്ള സാധ്യത കൊണ്ടാണ് അപ്രതീക്ഷിതമായ ഒരു വിജയം അദ്ദേഹത്തിന് അന്ന് സാധിക്കുന്നത്. സാനുമാഷ് ജയിച്ചിട്ട് നിയമസഭയിലൊക്കെ വരുമ്പോൾ നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ സാനുമാഷിന് നിർഭാഗ്യം എന്ന് പറയട്ടെ, നല്ല പ്രസംഗകനല്ലേ അദ്ദേഹം. അതെ. അങ്ങനെ ഒരു പ്രസംഗം പോലും അദ്ദേഹത്തിന് നിയമസഭയിൽ നടത്താൻ പറ്റിയില്ല. കാരണം സ്വതന്ത്രന് 1 മിനിറ്റ് 2 മിനിറ്റല്ലേ കിട്ടുന്നത്. കൊള്ളാവുന്ന പ്രസംഗം പോലും നിയമസഭയിൽ നടത്താൻ പറ്റിയില്ല.
ലോക്സഭയുടെ കാര്യം എടുത്താലോ? 2019 2024 ലോക്സഭയിലെ കണക്കുകളിലേക്ക് വന്നാൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ 2019 UDF ലഭിച്ചത് 55.4 അതായത് 61,920 വോട്ടുകൾ UDF ലഭിച്ചു. LDF വളരെ കുറവാണ്, 27.5 ലഭിച്ചത്, അതായത് 30,742. NDAക്ക് ലഭിച്ചത് 15.9 17,769 വോട്ടുകൾ. ഇനി 2024 വരുമ്പോൾ 2 തവണ ഹൈ ബീഡനായിരുന്നു. 55 എന്നുള്ളത് 56.3 ആയിട്ട് വർദ്ധിച്ചു. UDF 57,962 വോട്ടുകൾ. LDF 20.3 ആയിട്ട് പിന്നെ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്, 20,893 വോട്ട്. അതേസമയം NDAക്ക് 15.9 എന്നുള്ളത് 17.8 ആയിട്ട് മാറി, 18,320. ഇതാണ് അവിടുത്തെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച 19, 24 ലോക്സഭയിലെ കണക്കുകൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ നിയമസഭയും ലോക്സഭയും രണ്ട് നോക്കിയാലും UDF ഒരു മൃഗീയ ആധിപത്യം എന്ന് പറയാൻ കാര്യം പറഞ്ഞില്ല. അതെ അതെ, മലപ്പുറത്തിനേക്കാൾ കഷ്ടമാണ് എറണാകുളം എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. പെട്ടെന്നൊരു ഓർമ്മ വന്നതുകൂടി പറയാം. അതായത് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് എന്നോട് പ്രൊഫസർ KP അപ്പൻ പറഞ്ഞാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് KP അപ്പൻ്റെ വീട്ടിൽ ചെന്നിരുന്നു സാനു മാഷ്. എന്നിട്ട് സാനു മാഷ് അപ്പൻ സാറിനോട് പറഞ്ഞു വന്നു, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി ആവുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എന്ന് KP അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാനുമാഷിന്റെ പാർട്ടി അതങ്ങനെ കരുതിയില്ല എന്നും കൂടി ഓർമ്മ വരുന്നു. അതൊരു ചരിത്രപരമായി നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണ് സാർ. ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ വരുമ്പോൾ എറണാകുളത്ത് പിന്നെ UDF തന്നെയാണ് മുൻതൂക്കം, 47,335 വോട്ടുകൾ. LDF 31,951 വോട്ടുകൾ. 14,647 വോട്ടുകളാണ് പിന്നെ BJPക്ക്. ഏതാണ്ട് അവിടെ അവിടെ ഉള്ളത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ള, അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇതാണ് പൊതുവെയുള്ള നമ്മുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരസഭയുടെ പറഞ്ഞപ്പോൾ LDF നിന്ന് UDF പിടിച്ചെടുക്കുകയും ചെയ്തു. സാർ എന്തെങ്കിലും കൂടുതൽ? സാറേ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, UDF നഗരസഭാ അധ്യക്ഷ ഈ സഭ പറഞ്ഞിട്ടാണ് എനിക്ക് ആ പദവി കിട്ടിയെന്നൊക്കെ പറയുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിനെ വെല്ലുവിളിക്കാനായിട്ട് LDF ലത്തീൻ സ്ഥാനാർത്ഥി ഇറക്കിയിട്ടും എന്തുകൊണ്ടാണ് വോട്ട് സമാഹരിക്കാൻ കഴിയാത്തത്? ഇറക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യം കൂടിയുണ്ട്. ഞാൻ ഈ ഷാജി ജോർജ് രാവിലെ 4 മണിക്ക് തോറ്റു എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം അത് സഭയിൽ തന്നെ ചെന്ന് പറഞ്ഞിട്ടേ ഇടതുപക്ഷം സഭയ്ക്ക് വേണ്ടി തന്നെ ഇടതുപക്ഷം ഇടതുപക്ഷത്തിനും ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കുകയാണ്. അതിൽ കത്തോലിക്ക ഈ അൽമായ കൗൺസിലിന്റെ ഒക്കെ ആളായിട്ടൊക്കെ നടക്കുന്ന ഈ ചെറിയൊരു പ്രസാധകനാണ്, ഈ പുസ്തക പ്രസാധകനൊക്കെയാണ്. അതല്ലാതെ സഭയുടെ അകത്ത് ചില ആളുകൾ 5-6 പേര് അറിയുന്നല്ലാതെ ഈ ഒരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമൊന്നുമില്ലാത്ത അങ്ങനെ ഒരാളാണ്. നമ്മളിവിടുന്ന് എടുക്കുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്നൊരു പേര് പറയാം, ലത്തീൻ കത്തോലിക്കിനെ തന്നെയൊക്കെ വേണമെന്നുണ്ടെങ്കിലേ ജെറി അമൽദേവിനെ പോലെ ഒരാളെ നിർത്തുകയെന്ന് വിചാരിക്കുക. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരാളാണ്, നാട്ടുകാർക്ക് അറിയാമല്ലോ, കുറെ നല്ല പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ. ഇങ്ങനെ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയില്ലേ, പെട്ടെന്ന് വലിയ മാറ്റം ഒക്കെ വരുത്താവുന്ന ഇല്ലേ, കേൾക്കുമ്പോ തന്നെ ഒരു ജനങ്ങൾക്ക് തോന്നുന്ന അത്തരം സ്ഥാനാർത്ഥികളെയാണല്ലോ നിർത്തേണ്ടത്. ആലോചിക്കുമ്പോ അങ്ങനെയല്ല, തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ചിട്ടാണ് ഈ ഇടതു മുന്നണി രംഗത്തിറക്കുന്നത്. അതിൽ വ്യത്യാസം വന്നതാണ് ഈ സെബാസ്റ്റ്യൻ പോളിന്റെ സ്വതന്ത്രനെ ഇറക്കിയപ്പോ വ്യത്യാസം വന്നതും. മറ്റേ സ്വതന്ത്രനെ ഇറക്കുമ്പോൾ തന്നെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ്. പറമ്പിത്തറ ഭാഷയിലും കൊള്ളാം, മേൽ ജേക്കബ് ആണെങ്കിലും കൊള്ളാം, ഒക്കെ അത്യാവശ്യം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ മറ്റേ ഇടതുമുന്നണി ആർക്കും അറിയാത്ത ആളുകളെയാണ്, എഴുത്തുകാരോ സിനിമാക്കാരോ അങ്ങനെ ആരെങ്കിലും കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരവും എൻ്റെ ഓർമ്മയിലില്ല. ഒരു ടഫ് ഫൈറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, അതായത് വിട്ടുകൊടുക്കുന്ന പോലെയാണ്. ഇത് കോൺഗ്രസുകാരുടെ കുത്തക മണ്ഡലമാണ്, നമ്മൾ രക്ഷപ്പെടില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്തു പോരുന്നത്. LDF കൈകാര്യം ചെയ്യുന്നു പോകുന്നത്. മറ്റേ VD സതീശൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ 100+ ആണെന്നുള്ളത്. അപ്പോൾ അവരുടെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഈ
വിനോദ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതെ, അപ്പുറത്ത് നിന്ന് നമ്മൾ ഈ പറഞ്ഞ പേരുകളല്ലാതെ അപ്പുറത്തേക്ക് അവരിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ വേരൊന്നുമില്ലാത്ത ആളുകളെയാണല്ലോ. ഒരു ഡോക്ടർ ജോ ജേക്കബിനെയൊക്കെ കൊണ്ടുവന്ന് തോറ്റുപോയില്ലേ. അതെ, പെയ്ഡാണെന്നൊക്കെ പറഞ്ഞ വലിയ ആരോപണം ഉണ്ടായിരുന്നു. അതെ, തൃക്കാക്കരയില്. അപ്പോൾ ഇതുപോലത്തെ സ്ഥാനാർത്ഥികളെയൊക്കെയാണ് ഇങ്ങനെ നോക്കുന്നത്. അതല്ലാതെ ഇവിടെയൊക്കെ ജനങ്ങൾക്കിടയിലൊക്കെ വിശ്വാസ്യതയൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടൊരു ടഫ് ഫൈറ്റ് കൊടുക്കാനായിട്ട് ആലോചിച്ചാൽ കൊള്ളാം. ഏതായാലും കണക്കുകളും വസ്തുക്കളും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിരത്തി കഴിഞ്ഞു. ഇനി പ്രവചിക്കേണ്ടത് നിങ്ങളാണ്. കമൻറ്റ് ബോക്സിലേക്ക് എത്രയും വേഗം ചെല്ലുക. ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.